നേരത്തെ തുടങ്ങുന്ന പുകവലി ശീലം അനാരോഗ്യകരമായൊരു പ്രവണതയാണ്. ഈ പ്രവണത കൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത്. ലോകത്തിലെ പ്രമേഹ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന്. കാരണം പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിലാണ്. സാധാരണ നമ്മളെ സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് വരില്ല. അവരുടെ ശരീരത്തിലെ ഹോർമോണിൻ്റെ അളവിൻ്റെ പ്രവർത്തനം കൊണ്ട് ഹൃദയാഘാതത്തിൽ നിന്ന് സംരക്ഷിച്ച ഒരു വിഭാഗമാണെന്നാണ് കരുതാറുള്ളത്. പക്ഷെ പ്രമേഹം വരുമ്പോൾ ഇതെല്ലാം അട്ടിമറിക്കപ്പെടും. അപ്പോൾ ഫാസ്റ്റ് ഫുഡിൽ നമുക്ക് ഹെൽത്തി ഫുഡ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ രീതി, വീട്ടിൽ പാകം ചെയ്യുന്നത്, അതാണ് ഏറ്റവും നല്ലത്. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയത്തിൻ്റെ ആരോഗ്യം നമ്മുടെ കൂടെ ആരോഗ്യമാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കൂടി വരുന്നത് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ സംരക്ഷണവും ഹൃദ്രോഗങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ആൻഡ് HOD ഡോക്ടർ ശിവപ്രസാദ് ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ. ഇപ്പം ഹാർട്ട് അറ്റാക്ക് വളരെ കോമൺ ആയി മാറിയിരിക്കുകയാണ്. അപ്പം എന്താണ് ഹാർട്ട് അറ്റാക്ക്? ഹൃദയാഘാതം നേരത്തെ പറഞ്ഞ പോലെ വളരെ സാധാരണമായി ഇപ്പോൾ കണ്ടുവരുന്ന ഒരു മാരക രോഗമാണ്. ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹൃദയപേശികൾക്ക് രക്തം കൊടുക്കുന്ന രക്തധമനികൾക്ക് ഉണ്ടാകുന്ന അടവിൽ നിന്നും ഉണ്ടാകുന്ന രോഗമാണ്. അതായത് ഹൃദയം മിനിറ്റിൽ 80 പ്രാവശ്യം മിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സദാസമയവും ഓക്സിജൻ ആവശ്യമുണ്ട്. അത് എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ശുദ്ധ രക്തക്കുഴലുകൾ. ആ രക്തക്കുഴലുകൾക്കുള്ളിൽ കൊഴുപ്പടിഞ്ഞ് അതിൻ്റെ ഉൾവശത്ത് ഈ അതെറോസ്ക്ലെറോട്ടിക് പ്ലാക്ക് എന്ന് ഞങ്ങൾ പറയും, അത് ഡെവലപ്പ് ചെയ്യുന്നു. കൊളസ്ട്രോൾ അടിഞ്ഞിട്ട് അതിൽ വിള്ളൽ വന്ന് പെട്ടെന്നുണ്ടാകുന്ന അടവാണ് രക്തഓട്ടം നിലച്ചു പോകാൻ കാരണമാകുന്നത്. രക്തഓട്ടം നിലച്ച് കഴിയുമ്പോൾ നമ്മുടെ റോഡ് ട്രാഫിക്കിങ്ങിൽ മെയിൻ റോഡ് പെട്ടെന്ന് തടസ്സപ്പെട്ടാൽ വാഹന ഗതാഗതം സ്തംഭിക്കുന്നു എന്ന് പറഞ്ഞ പോലെ രക്തചംക്രമണം സ്തംഭിക്കപ്പെടും. അങ്ങനെ സ്തംഭിക്കപ്പെടുമ്പം ഹൃദയപേശികൾക്ക് ആവശ്യമുള്ള രക്തം കിട്ടില്ല. ആദ്യമായിട്ടുള്ള അതിൻ്റെ ലക്ഷണം നെഞ്ചുവേദനയാണ്. തുടർന്ന് ആ ഭാഗത്തെ ഹൃദയപേശികളുടെ പ്രവർത്തനം നിന്നു പോകും. അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയുമ്പോൾ രോഗിക്ക് വൈഷമ്യതകൾ അനുഭവപ്പെടും. പ്രധാനമായിട്ടും നെഞ്ചുവേദന, കലശലായ നെഞ്ചുവേദന, അതോടൊപ്പം ശ്വാസം മുട്ടൽ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠാജനകമായ സംഭവമായതുകൊണ്ട് രോഗി അമിതമായിട്ട് വിയർക്കുകയും വളരെ വെപ്രാളം അനുഭവപ്പെടുകയും ചെയ്യും. ഇതാണ് സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ ഹൃദയാഘാതം എന്ന് പറയുന്നത്. അതായത് രക്തക്കുഴലിൻ്റെ അടവ്, അത് പ്രധാനമായിട്ടും കൊളസ്ട്രോൾ വന്ന് അടിഞ്ഞ് വരുന്ന രക്തക്കുഴലിൻ്റെ അടവുകൾ. ഡോക്ടർ, ഇപ്പം സൈലന്റ് അറ്റാക്സ് കൂടി വരുന്നൊരു സാഹചര്യമാണ്. മാത്രമല്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അറ്റാക്കുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നല്ല ചോദ്യമാണ്. നമ്മൾ ആദ്യത്തെ ഞാൻ ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം വരുന്നതിനെ പറ്റി പറയാം. ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം കൂടി വരുന്നത് നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഈ അടുത്തിടെ തന്നെ മെഡിക്കൽ കോളേജിൽ 45 വയസ്സിന് താഴെ ഹൃദയാഘാതം മൂലം അഡ്മിറ്റ് ചെയ്യുകയും അവർക്ക് പ്രാഥമിക ചികിത്സ, പെട്ടെന്നുള്ള നൂതന ചികിത്സയായ ആൻജിയോപ്ലാസ്റ്റി വിധേയരും ഒട്ടനവധി പേരുണ്ട്. ഈ ആൾക്കാർക്കെല്ലാം തന്നെ അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ചെറുപ്പക്കാരിൽ വരുന്നു, സ്ത്രീകളിൽ വരുന്നു. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് സമൂഹത്തിനെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. ചെറുപ്പക്കാരിൽ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഹൃദ്രോഗങ്ങൾ, നമ്മളതിൻ്റെ കാരണങ്ങളിലേക്ക് കിടന്നില്ല എങ്കിലും നേരത്തെ തുടങ്ങുന്ന പുകവലി ശീലം അനാരോഗ്യകരമായൊരു പ്രവണതയാണ്. ഈ പ്രവണത കൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഇവിടെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിന് കണക്കെടുത്താൽ 25 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 30 വയസ്സിന് താഴെ രോഗം വന്ന് ബാധിച്ച ആൾക്കാരെടുത്താൽ പുരുഷന്മാരിൽ പ്രധാനമായിട്ടും വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയ പുകവലി ശീലമാണ് അവർക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിച്ചതിൻ്റെ പ്രധാന കാരണം. രണ്ടാമത്, സ്ത്രീകളിലാണെങ്കിൽ പ്രമേഹ രോഗം അറിയപ്പെടാതെ പോവുകയോ അറിഞ്ഞാൽ തന്നെയും കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ കാരണം സ്വമേധയാ ചികിത്സ വൈകിക്കുന്നത് കൊണ്ടോ ചികിത്സ പ്രോപ്പറായിട്ട് എടുക്കാത്തത് കൊണ്ടോ പ്രമേഹ രോഗത്തിൻ്റെ ഒരു പാർശ്വഫലമായി ഹൃദയാഘാതം സ്ത്രീകളിൽ വരുന്നു. ഡോക്ടർ, ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ വാർണിംഗ് സൈൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ വാർണിംഗ് സൈൻസ് പൊതുജനങ്ങൾ മുഴുവൻ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലതാണ്. കാരണം
അതിൻ്റെ എന്തുകൊണ്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് വിശദീകരിക്കാം. ഹൃദയാഘാതം വന്നാൽ അതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അത് ഹൃദയത്തിൻ്റെ ധമനിയുടെ ബ്ലോക്ക് കൊണ്ടാണ്, അല്ലെങ്കിൽ തടസ്സം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഒരു തടസ്സമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തടസ്സം മാറ്റുക, അതല്ലേ സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുക. ഇതേ കാര്യം തന്നെയാണ് ഹൃദയത്തിനും ആവശ്യം. ഹൃദയപേശികൾക്കുണ്ടാകുന്ന തടസ്സം എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുന്നു, അത്രയും കുറഞ്ഞ ക്ഷതം മാത്രമേ ഹൃദയപേശികൾക്ക് സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ചികിത്സയുടെ ഉദ്ദേശം എത്രത്തോളം ഹൃദയപേശിയെ സംരക്ഷിക്കാമോ അത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനുള്ള വാർണിംഗ് സിഗ്നൽസ് എന്ന് നോക്കാം. അത് സൂചികകൾ എന്തെന്ന് പറഞ്ഞാൽ, നടുനെഞ്ചിലുണ്ടാകുന്ന വേദന, ചിലപ്പോൾ വേദനയാകണം എന്നില്ല, ഒരു വിമ്മിഷ്ടം, അതല്ലേ ചിലർ എനിക്ക് വെളിവാക്കാൻ പറ്റുന്നില്ല, പക്ഷെ എന്തോ ഒരു അസ്വസ്ഥത ഹൃദയത്തിനുള്ളിൽ അനുഭവപ്പെടുന്നുണ്ട്. അത് ഒരു പോയിന്റിലായിട്ടല്ല, മൊത്തമായിട്ട് വരുന്നൊരു വേദന, ഒരു സമ്മർദ്ദം, അല്ലെങ്കിൽ ഒരു വെയിറ്റ് എടുത്ത് വെച്ച പോലത്തെ ഫീലിംഗ്, ഉള്ളിൽ നിന്നൊരു പ്രഷർ വരുന്ന പോലത്തെ ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു എരിച്ചിൽ, ഗ്യാസ് പോലെ തോന്നുന്നു. ആ ജീവിതത്തിൽ അതുവരെ ഗ്യാസ് വരാത്ത ഒരു വ്യക്തി എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗ്യാസ് ആണ് എന്ന് പറഞ്ഞൊരു സോഡ വാങ്ങിച്ച് കുടിക്കുന്നതിനേക്കാളും നല്ലത് എത്രയും പെട്ടെന്ന് ഒരു ECG എടുത്ത് അത് ഗ്യാസ് അല്ല, അത് ഹൃദയത്തിൻ്റെ അസുഖമാണ് അല്ലെങ്കിൽ അല്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അതുപോലെ വേദന ഇവിടെ മാത്രമാകണമെന്നില്ല, തോളുകളിലേക്ക് വരാം, ഇടത് കൈയിലെ ഉൾവശത്തേക്ക് വരാം, അതിങ്ങനെ വ്യാപിച്ച് താടി വരെ വരാം, തലയുടെ പുറകിലേക്ക് വരാം, നമ്മുടെ പൊക്കിളിന് മുകളിൽ വയറിൻ്റെ ഭാഗത്തേക്ക് വരാം, ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ വേദന വ്യാപിക്കാം. കൂട്ടത്തിൽ ശ്വാസം മുട്ടലോ അമിതമായ വിയർപ്പ് പൊടിയുകയും ചിലപ്പം അകാരണമായ ക്ഷീണം, ഇതായിരിക്കും ചിലപ്പോൾ പ്രായമായവരിലുണ്ടാകുക. ഒരു കാരണമില്ല, പെട്ടെന്നൊരു ക്ഷീണം പോലെ വരിക, ഒരു വിയർപ്പ് വരിക, ഇതെല്ലാം ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമാകാം. ഡോക്ടർ, ഈ ഡയബറ്റീസും അതുപോലെ ഹാർട്ട് അറ്റാക്കും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇതിൽ കേരളീയരായ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാരണം, ലോകത്തിലെ പ്രമേഹ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന്. കാരണം പ്രമേഹ രോഗികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിലാണ്. ജനിതകമായ കാരണങ്ങളാകാം, പ്രത്യേകിച്ച് ആഹാരം, പ്രധാനമായും അരി ആഹാരമാണ് കേരളീയർ മിക്കവാറും കഴിക്കുന്നത്. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കൂടുതലുള്ളത് കൊണ്ടാകാം, പൊതുവേ വ്യായാമശീലം കുറവുള്ളത് കൊണ്ടാകാം. എന്തായാലും ലോകത്തിലെ പ്രമേഹ തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ പ്രമേഹ രോഗം കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിന് പ്രസക്തി? പ്രമേഹ രോഗം കൂടുമ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അതോടൊപ്പം കൂടുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രമേഹ രോഗം ഇല്ലാത്തവരിൽ ഉണ്ടാകുന്ന ഹൃദയാഘാതത്തേക്കാൾ 4 ഇരട്ടി കൂടുതലാണ് പ്രമേഹ രോഗം ഉള്ള വ്യക്തികളിൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യത. അതുപോലെ തന്നെ ഇവർക്ക് ഹൃദയാഘാതം വരുമ്പോൾ നമ്മൾ സാധാരണ ബ്ലോക്ക് കാണും. എല്ലാവരും എന്നോട് ആൻജിയോ കഴിയുമ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു ഡോക്ടറെ എന്ന് ചോദിക്കും. പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന 1 ബ്ലോക്ക് അല്ലെങ്കിൽ 2 ബ്ലോക്ക് അല്ലെങ്കിൽ 3 ബ്ലോക്ക്. പ്രമേഹ രോഗമുള്ളവർക്ക് പല സ്ഥലങ്ങളിലും ബ്ലോക്ക് കാണാം. ഒരു രക്തക്കൊണ്ട പല സ്ഥലങ്ങളിലും ബ്ലോക്ക് കാണാം, പല രക്തക്കൊള്ളുകളിലും ബ്ലോക്ക് കാണാം. ഈ ബ്ലോക്കുകളെല്ലാം തന്നെ വളരെ നീളത്തിനുള്ളതാവാം, ചെറിയ ചെറിയ രക്തക്കൊള്ളിൽ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവരുടെ രോഗം കുറച്ചുകൂടെ വലുതായി പ്രമേഹ രോഗികളിൽ കാണും. ഡോക്ടർ, നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് വരാൻ വളരെ സാധ്യത കുറവാണ് ആണുങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളത്. അതെങ്ങനെയാണ്? അതിലെന്താണ് വസ്തുത? പൊതുവേ നമുക്കുള്ള ധാരണ, ഹൃദയാഘാതം എന്ന് പറഞ്ഞാൽ 65 വയസ്സിന് മുകളിലുള്ള ഒരു പുരുഷന് മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. തത്വത്തിൽ ശരിയാണ്. കാരണം ഹൃദയാഘാതം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ ശരാശരി പുരുഷന്മാരിലാണ് കൂടുതൽ. കാരണം പുരുഷന്മാർക്ക് ഈ ഹൃദയാഘാതം വരാനുള്ള കാരണങ്ങളൊരു പ്രധാന ഹേതു അവരുടെ ശീലങ്ങളാണ്. പുകവലി ശീലം, അല്ലെങ്കിൽ അമിതമായ രക്തസമ്മർദ്ദം, അമിതമായ പ്രമേഹ രോഗ നിയന്ത്രണമില്ലായ്മ, കൊഴുപ്പിൻ്റെ അവസ്ഥ, ഇതൊക്കെയാണ്. എന്നാൽ സ്ത്രീകളിലും ഇതെല്ലാം ഉണ്ട്. പക്ഷേ അവർ ഒരു സ്റ്റേജ് വരെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്ത്രൈണ ഹോർമോണുകൾ, ഈസ്ട്രജൻ ഹോർമോണുകൾ ശരീരത്തിലുള്ളിടത്തോളം കാലം ഹൃദയാഘാതത്തിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് പൊതുവെ വീക്ഷിക്കപ്പെടുന്നത്. ശരിയാണ്, അതാണ് ശരിയായി കണ്ടുവരുന്നതും. ഈ ആർത്തവ വിരാമത്തോടെ ഈ ഈസ്ട്രജൻ അളവ് ശരീരത്തിൽ കുറയുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ അവർ പുരുഷന്മാരോടൊപ്പം ഹൃദയാഘാതത്തിന് അടിമപ്പെടാനുള്ള സാധ്യത ഏറിയവരായി കണ്ടുവരുന്നു. പക്ഷേ ഈ ദൈവം തന്നെ അല്ലെങ്കിൽ പ്രകൃതി തന്നെ തന്ന ഈ സംരക്ഷണം
സ്ത്രീകളിൽ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്. അതിലെ പ്രധാന കാരണം പ്രമേഹ രോഗമാണ്. പ്രമേഹ രോഗ അതിപ്രസരത്തിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ആ പ്രൊട്ടക്ഷൻ, ചെറുപ്രായത്തിലുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാതാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് പ്രമേഹ രോഗം കൊണ്ടാണ്, അല്ലാതെ സ്ത്രീകൾക്കുള്ള പ്രൊട്ടക്ഷൻ മാറിപ്പോകുന്നത് കൊണ്ടല്ല. ഡോക്ടർ, ഈ മദ്യപാനം, പുകവലി, ഇതൊക്കെയാണ് നമ്മളിപ്പം നോർമലി ഹാർട്ട് അറ്റാക്കിൻ്റെ അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. അതെങ്ങനെയാണ് ശരിക്കും ബാധിക്കുന്നത്? ഈ മദ്യപാനം, പുകവലിയിലൂടെയൊക്കെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അമിത പുകവലി ശീലം, അല്ലെ അമിത എന്ന് പറയാൻ പറ്റില്ല, പുകവലി ശീലം മാത്രം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചെറുപ്പക്കാരുടെ ഇടയിൽ ഹൃദ്രോഗം വരാനെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഈ പുകവലി പ്രധാനമായിട്ടും നമ്മുടെ രക്തക്കുഴലുകളുടെ അടവുകൾ ഉണ്ടാക്കുന്നതിന് പ്രേരകമാകും. പുകയിലയിൽ അടങ്ങുന്ന വിഷാംശങ്ങളാണ് ഇതിന് പ്രേരകമാകുന്നത്. ഈ വിഷാംശങ്ങൾ രക്തക്കുഴൽ അടവുണ്ടാകുന്നതോടൊപ്പം ഹൃദയത്തിൻ്റെ രക്തക്കുഴൽ ചുരുങ്ങുന്നതിനും കാരണമാകുന്നു. ഇത് ഹൃദയാഘാതത്തിലേക്ക് വഴിതെളിക്കും. അതുപോലെ തന്നെ ഈ അമിത മദ്യപാനം പ്രധാനമായിട്ടും കരളിനെ ബാധിക്കുന്ന രോഗമായിട്ട് വിവക്ഷിക്കപ്പെടുന്നു എങ്കിലും ഹൃദയാഘാതത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അത് ക്ഷതം ഏൽപ്പിക്കും. പ്രത്യേകിച്ച് ഹൃദയപേശി വൈകല്യങ്ങൾക്ക് അത് കാരണമാകും. പക്ഷേ ഇത് രണ്ടും കൂടെ തുലനം ചെയ്താൽ പുകവലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ഹൃദയാഘാതത്തിന് സംബന്ധിച്ചിടത്തോളം. മദ്യപാനം ശരിക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് വാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അത് അസന്ദിഗ്ധമായിട്ട് തെളിയിച്ചിട്ടില്ല. അതിനുവേണ്ടി മദ്യം കുടിക്കുന്നത് ഒരിക്കലും ഒരു നല്ല ശീലവും അല്ല. ഇല്ല ഡോക്ടർ, ഈ പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് ഉണ്ടല്ലോ, ഫാസ്റ്റ് ഫുഡിനെ പറ്റി അത് ഞാൻ അങ്ങോട്ട് ചോദിക്കായിരുന്നു ചോദ്യം, അത് ചോദിക്കുന്നില്ലേ എന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക മാറ്റമാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. എല്ലാവരും ജോലിക്കാരാണ്, എല്ലാവർക്കും വിശ്രമമില്ലാത്ത പ്രവർത്തന രീതിയാണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് വീട്ടിൽ പാചകം ചെയ്യാൻ പോലും നേരമില്ല, ഒരു ഫാസ്റ്റ് ഫുഡ് ജോയിൻറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുക, കഴിക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റ് ഫുഡ് ജോയിൻറ്റിനെ ഞാൻ അടിച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ അവിടെ കിട്ടുന്ന ഭക്ഷണങ്ങൾ എല്ലാം വളരെയധികം എണ്ണ ചേർത്തും അല്ലെങ്കിൽ സോൾട്ട് ചേർത്തും അല്ലെങ്കിൽ രുചി കൂട്ടാനായിട്ടുള്ള പല സാധനങ്ങൾ ചേർത്തും ഉണ്ടാക്കുന്നവയാണ്. ഇത് പല കെമിക്കൽസും, ഈ രാസവസ്തുക്കളെല്ലാം തന്നെ ഹൃദയപേശികൾക്കും ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകൾക്കും മറ്റ് ശരീരത്തിലെ രക്തക്കുഴലുകൾക്കും കേടുവരുത്താൻ ഉതകുന്നവയാണ്. അപ്പോൾ ഫാസ്റ്റ് ഫുഡിൽ നമുക്ക് ഹെൽത്തി ഫുഡ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ രീതി, വീട്ടിൽ പാകം ചെയ്യുന്നത്, അതാണ് ഏറ്റവും നല്ലത്. മറ്റ് രുചിക്ക് വേണ്ടി എല്ലാ ഘടകങ്ങളും ചേർത്തുണ്ടാക്കുന്നതാണ് ഫാസ്റ്റ് ഫുഡ്. അപ്പോൾ അതിൽ ആരോഗ്യപരമായിട്ട് അഭികാമ്യമല്ല. ഡോക്ടർ, ഈ ഹൈപ്പർ ടെൻഷൻ ഹാർട്ട് ഫെയിലിയേഴ്സിനും ഹാർട്ട് അറ്റാക്കിനും നയിക്കും എന്നുള്ളത് കുറേ പഠനങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ വസ്തുത എന്താണ്? ഹൈപ്പർ ടെൻഷൻ, അതായത് അമിത രക്തസമ്മർദ്ദം, അതാണ് മലയാളത്തിൽ പറയുക. അത് ഒരു സൈലൻറ്റ് കില്ലറായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതായത് നിശബ്ദ കൊലയാളി. അത് ഹൈപ്പർ ടെൻഷൻ ആദ്യത്തെ സ്റ്റേജുകളിൽ, പ്രാരംഭ ദശയിൽ രക്തസമ്മർദ്ദം അളർന്നാൽ മാത്രമേ രക്തസമ്മർദ്ദം അമിതമായിട്ടുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. പല രോഗികളും എന്നെ കാണാൻ വരുമ്പോൾ പറയും, അത് രക്തസമ്മർദ്ദമൊക്കെ എനിക്ക് അറിയാം ഡോക്ടറെ, കൂടിയാൽ എനിക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ. ഈ കൂടിയ ലക്ഷണങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെയധികം കൂടുമ്പോൾ മാത്രമാണ് അത്തരം ലക്ഷണങ്ങൾ ഉണ്ടാവുക. അതിന് മുമ്പ് തന്നെ അതിൻ്റെ നമ്മളെ ദ്രോഹിക്കുന്ന പ്രവർത്തനങ്ങൾ രക്തസമ്മർദ്ദം തുടങ്ങിക്കഴിയും. അപ്പോൾ രക്തസമ്മർദ്ദത്തെ അങ്ങോട്ട് പോയി കണ്ട് മനസ്സിലാക്കി ചികിത്സിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തത്വം. രക്തസമ്മർദ്ദവും ഹൃദ്രോഗങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഡോക്ടർ, ഈ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഹെറിഡിറ്ററി ആണോ? വളരെ തീർച്ചയായിട്ടും. അത് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ അടുത്ത സഹോദരനോ സഹോദരിക്കോ ഹൃദയാഘാതം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ നമുക്കും ഹൃദയാഘാതം വരാനുള്ള സാധ്യത ഏറെയാണ്. നമ്മൾ ഉദാഹരണമായിട്ട് ഞങ്ങൾ പറയാറുള്ളത്, അച്ഛനോ അമ്മയ്ക്കോ നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് 65 വയസ്സിന് മുൻപായി ഹൃദയാഘാതം വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഹൃദയാഘാതം അതിലും ഒരു 10 വർഷം മുമ്പ് വരാനുള്ള സാധ്യത ഏറിയതാണ്. അതിൽ നമുക്ക് ഒരിക്കലും തിരുത്തപ്പെടാനാകാത്ത ഒരു കാര്യവും ഫാമിലിയിലെ ഹിസ്റ്ററിയാണ് ഹാർട്ട് അറ്റാക്ക്. അത് ജനിതകമാണ്.
ഹൃദ്രോഗം ഒരു പക്ഷേ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ മറ്റു വ്യക്തികൾ അതുപോലെ അതിന് അപകട സാധ്യത ഉള്ളവരാണ്. ഡോക്ടർ, ഫൈനലി നമുക്ക് ഹൃദയത്തെ എങ്ങനെ ആരോഗ്യപരമായി സംരക്ഷിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൃദ്രോഗങ്ങളുടെ പ്രധാന കാരണം വ്യായാമമില്ലായ്മ, അമിതമായ അനാരോഗ്യകരമായ ഭക്ഷണശീലം, പ്രമേഹ രോഗം നിയന്ത്രിക്കാതിരിക്കുക, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാതിരിക്കുക, കൊഴുപ്പുകളെ നിയന്ത്രിക്കാതിരിക്കുക. അടിസ്ഥാനപരമായിട്ട് ഈ 5 കാര്യങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് ഹൃദ്രോഗത്തിന് തടയാനാകും, ആരോഗ്യകരമായ ഹൃദയവുമായി മുന്നോട്ട് നീങ്ങാനാവും. പ്രധാനമായിട്ടും എല്ലാവർക്കും ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന വ്യായാമ മുറ നടത്തയാണ്. വേഗതയിലുള്ള നടത്ത, അതായത് 30 മിനിറ്റിൽ അല്ലെങ്കിൽ 40 മിനിറ്റിൽ ഏതാണ്ട് 4 മുതൽ 5 കിലോമീറ്റർ നടക്കാൻ സാധിച്ചാൽ അത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഇത് പ്രാവർത്തികമാക്കാമെങ്കിൽ അത് ധാരാളം മതി. പിന്നെ പറഞ്ഞ അമിതമായ അനാരോഗ്യകരമായ ഭക്ഷണശീലം. നമുക്ക് ഭക്ഷണശീലത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത് ഫൈബർ, നാരടങ്ങിയ ഭക്ഷണം, മുഴുധാന്യ ആഹാരം, റിഫൈൻഡ് ധാന്യങ്ങൾ കഴിക്കാതിരിക്കുക. അതായത് മൈദ പോലെയുള്ള പൊടികളിൽ നിന്നുണ്ടാക്കുന്നത്, കോൺഫ്ലോർ പോലത്തെ ഉണ്ടാക്കുന്നത്. മുഴുധാന്യം ഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ അതിൽ നാരടങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ലീൻ മീറ്റ്, മെലിഞ്ഞ മാംസാഹാരം എന്ന് പറയുമ്പോൾ വൈറ്റ് മീറ്റാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചിക്കൻ മീറ്റ്, റെഡ് മീറ്റ്, ചുമന്നിരിക്കുന്ന മാംസങ്ങൾ ഉപേക്ഷിക്കുക. അതായത് റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, പോർക്ക്. അത് വല്ലപ്പോഴും കഴിക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, സ്ഥിരമായി അതൊരു ശീലമാകാതിരിക്കുക. പിന്നെ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം, അതിൽ കേരളീയരുടെ ഡയറ്റിൽ എനിക്ക് ടൊവിനോ പറഞ്ഞ സെൻറ്റൻസാണ്, ഒരു ഹരമാണ് പൊറോട്ട, ബീഫ് എന്ന് പറയുന്നത്. അത് രണ്ടും സൈമിൾട്ടേനിയസ്ലി അപകടകരമായ ഒരു ഭക്ഷണശീലമാണ്. സ്ഥിരമാക്കിയാൽ, വല്ലപ്പോഴും കഴിക്കുന്നുണ്ടൊരു ദോഷം എന്ന് ഞാൻ പറയുന്നില്ല, സ്ഥിരമാക്കിയാൽ അപകടശീലമാണ്. അതുപോലെ മരുന്നുകളുടെ ക്രമീകരണം, അത്യന്താപേക്ഷിതമായ രോഗമാണ് പ്രമേഹം. പ്രമേഹത്തിന് ഗുളിക കഴിക്കുന്നുണ്ട് എന്നുള്ളത് ചികിത്സയല്ല. ഗുളിക കഴിക്കുന്നതോടൊപ്പം നമുക്ക് വേണ്ട ടാർഗറ്റ്, ലക്ഷ്യസ്ഥാനത്തെത്തിയോ, അതായത് ആഹാരത്തിന് മുമ്പ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 125 താഴെയായിരിക്കണം. ആഹാരത്തിന് ശേഷം 1.5 മണിക്കൂറിന് ശേഷം 200 താഴെയായിട്ട് ക്രമപ്പെടുത്താൻ സാധിച്ചാൽ പ്രമേഹ ചികിത്സ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതുപോലെ രക്തസമ്മർദ്ദം 140/90 മുകളിലാകാതെ ശ്രദ്ധിക്കുക. 130/80 അച്ചീവ് ചെയ്യാമെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ രക്തസമ്മർദ്ദം 110/60 ആയിപ്പോയി എന്ന് പറഞ്ഞ് വേവലാതിപ്പെടേണ്ട. 100/60 താഴെ പോകാത്രത്തോളം കാലം ആ രക്തസമ്മർദ്ദം നല്ലത് തന്നെയാണ്, കുഴപ്പമുള്ളതല്ല. അങ്ങനെ മരുന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോവുക. കൊഴുപ്പുകളുടെ കാര്യം പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു കൊഴുപ്പിനെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അത് LDL, ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ കൊളസ്ട്രോളാണ്. ആ കൊഴുപ്പ് ഒരു ആരോഗ്യവാനായ വ്യക്തിക്ക് 100 താഴെയായിരുന്നാൽ ഏറ്റവും അഭികാമ്യം, പ്രത്യേകിച്ച് ഹൃദ്രോഗ സാധ്യത ഏറിയ വ്യക്തികളിൽ 100 താഴെ. അതിനായി ആഹാരരീതി, വ്യായാമം, മരുന്ന്, ഇത് 3 ഉപയോഗിച്ചാൽ ഹൃദ്രോഗത്തിനെ ഇപ്പോൾ കാണുന്നതിൻ്റെ ഒരു 50 മുതൽ 60% തടയാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾക്ക് നമുക്ക് മറുപടി തന്നു. വിലപ്പെട്ട സമയത്തും നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി ഡോക്ടർ. താങ്ക് യു.